എങ്ങനെയാടി എന്റെ കൃഷ്ണമോളെ നിനക്ക് കൊല്ലാൻ പറ്റുന്നേ? അവള് നിനക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചിട്ടുണ്ട്. സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച് അവള് നിന്നെ സഹായിച്ചതും നിനക്ക് പകരം നാണം കെട്ട് ഓരോ സ്ഥലത്ത് പോയി നിന്നതും അതിന്റെ നന്ദിയെങ്കിലും നിനക്കൊന്ന് കാണിക്കാമായിരുന്നില്ലേ? അതെ, ഹോസ്പിറ്റലാണോ നിങ്ങളിങ്ങനെ ബഹളം വെച്ച് സംസാരിക്കുന്നത്? ക്ഷമിക്കണം സിസ്റ്ററെ. അതെ, നിങ്ങൾ ഗാഥയുടെ ആരെങ്കിലും ആണോ? അല്ല, രണ്ടുപേരും കാണാൻ ഒരുപോലെ ഇരിക്കുക, അതുകൊണ്ട് ചോദിച്ചതാ. ആളുകൾ തമ്മിൽ സാധാരണ സാമ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ദുഷ്ടത്തി, അവളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടിയാ എന്റെ കൃഷ്ണമോൾ ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലും മനസ്സിലാകാത്തവളാ. കഷ്ടം. ഞങ്ങളെ ലോട്ടറി ഒക്കെ വിറ്റിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നോളാം. എന്നാ എനിക്കൊരു ഉമ്മ തന്നിട്ട് ഹൊയ്യോടാ ഗൗരമ്മ, ഇത് കേട്ടില്ലേ എന്റെ അംഗനവാടിക്ക് വെച്ച് പറയുന്നത്? ഉമ്മ കൊടുത്തിട്ട് പോവാൻ. ഇങ്ങനെയൊക്കെ പറയാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഒരു ഭാഗ്യമല്ലേ കൃഷ്ണൻ? പിന്നല്ലാതെ. ഇപ്പൊ സമാധാനായോ? എന്നാ പോട്ടെ അമ്മേ. എന്താ അമ്മേ ഇത്? പോയിട്ട് വരാട്ടോ. ആ തങ്കച്ചി, എങ്ങോട്ട് പോവാ? അല്ല ജോസേ, കൃഷ്ണയും ഗോപാലിന്റെ ലോട്ടറി കച്ചവടത്തിന് പോയ ശേഷം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അവരെ തിരക്കി ഇറങ്ങിയതാ. അവര് രണ്ടും കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. അവര് കച്ചവടവും കഴിഞ്ഞ് ഇങ്ങ് എത്തിക്കൊള്ളുന്നേ. അതിന് തങ്കേച്ചി എന്തിനാ ഈ വെയിലും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്? എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വെപ്രാളം. ഇന്നത്തെ ദിവസം എന്താണെന്നറിയില്ല. അവര് വൈകും തോറും വല്ലാത്തൊരു ഭാരം കൂടുന്ന പോലെ. ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്നേ. അതെ, എങ്ങോട്ട് പോവാ? ഞാനേ സിറ്റിയിലേക്കൊന്ന് പോയതാ, ആശുപത്രിയിലേക്ക് പോയതാ ഒന്ന് ഡോക്ടറെ കാണാൻ. അതെ, ആ വഴി എങ്ങാനും നമ്മുടെ ഗോപാലിനെ കണ്ടായിരുന്നോ? ദുബായ് ഗോപാലൻ, ഈ ലോട്ടറി വിൽക്കുന്ന. എന്റെ മോളും ഉണ്ടാവും കൂട്ടത്തില്. ഒന്നും പറയണ്ട. മോളുടെ കാര്യത്തിൽ എന്തോ ടെൻഷനാണെന്ന് പറഞ്ഞു വന്ന് നിൽക്കുക തങ്കേച്ചി. അവരെ കണ്ടോ അവിടെ എവിടെയെങ്കിലും? ഇതെന്താ ഇങ്ങനെ? ഞാൻ മോളുടെ കാര്യം ചോദിച്ചപ്പോ നിങ്ങൾ തല താഴ്ത്തി കളഞ്ഞേ. നോക്ക്, എന്റെ മോളുടെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയോ? ഒന്നും പറയണ്ട തങ്കം. ഞാനിന്ന് ആശുപത്രി വെച്ച് നമ്മുടെ വസന്തയെ കണ്ടു. അവള് പറഞ്ഞതാ കൃഷ്ണയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന്.
നേരെ അവളെ ICUവിൽ കയറ്റി. ആ ഗോപാലനും കൂടെ ഉണ്ടായിരുന്നു. ഇച്ചിരി പ്രശ്നമാന്നാ പറയുന്നത്. അയ്യോ തങ്കേച്ചി, തങ്കച്ചി, തങ്കച്ചി. എന്താ പറ്റി? തങ്കേച്ചി എന്താ എന്നിട്ട് എന്താണ് മോക്ക് പറ്റി? തങ്കം വിഷമിക്കരുത്. കുറച്ച് ബുദ്ധിമുട്ടാന്നാ കേട്ടത്. കൊറേ നേരമായിട്ട് ഈശ്വരമായി തന്നെ ഓർമ്മിപ്പിച്ചോണ്ടിരുന്നത് ഇത് തന്നെയാ. ഈശ്വര ഇത്രയൊക്കെ അനുഭവിച്ച് കൂട്ടിയിട്ട് വെറുതെ വിട്ടില്ലല്ലോ എന്റെ മോളെ. ചേച്ചി, ഞാൻ ഗോപാലിനെ ഒന്ന് വിളിക്കട്ടെ? വേണ്ട ജോസേ, ഞാൻ അങ്ങോട്ട് പോവാ. എനിക്കിത് മോളെ കണ്ടേ പറ്റൂ.